വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് ഞങ്ങൾ ഇൻ ദ സെൻസ് ഞാനും എൻ്റെ ഹസ്ബൻഡും, പുള്ളി ക്യാമറ ഷൈ ആയതുകൊണ്ട് പുള്ളി ഞാൻ കാണിക്കുന്നില്ല. മാക്സിമം സ്ഥലങ്ങളിൽ ഞാൻ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഞാൻ പുള്ളി കാണിക്കുന്നില്ല. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലോങ് ട്രിപ്പ് പോകുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റ് ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ പകുതി റോഡ് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉറക്കം വന്നു. അങ്ങനെ ഞങ്ങള് മിഡ് ഏരിയയിൽ നിർത്തിയിട്ടിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ സ്റ്റിൽ ജേർണി കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് കൂടി എടുക്കാമെന്ന്. കാഴ്ചകളെ കാണാം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. സോ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒറ്റ മൈൻഡിൽ ഇറങ്ങി. ഇനി സ്വാഭാവികം അടുത്ത ആൾക്കാർ ചോദിക്കും കുഞ്ഞെവിടെയെന്ന്. പോളിമണി പറഞ്ഞ ഉത്തരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്ന് ആരും നോക്കും, നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ കുഞ്ഞിനെ ഭദ്രമായി കുഞ്ഞിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഷീ സേഫ് ദെയർ. അപ്പം നമുക്ക് പോകുന്നവർ എല്ലാം കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നു. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞങ്ങളങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഒരു ടീ ബ്രേക്ക്. കാരണം നല്ല ഉറക്കം ഇരുന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ ഒക്കെ കുടിക്കാൻ. കുഞ്ഞ് ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണ്. നല്ലൊരു വിൻറ്റേജ് ചായക്കടയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ കാർ നിർത്തി അവിടെ ഇറങ്ങി 2 ചായയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ സ്റ്റോപ്പ് ചെയ്തെടുത്ത് 3-4 ചേട്ടന്മാരിക്കുമായിരുന്നു. അപ്പോൾ അതിന് സൈഡിൽ കൂടെ, അതായത് ബാക്കിൽ കാണുന്ന ഒരു ബ്ലൂ ഏരിയ ആണ് നമ്മുടെ ചായ മേടിച്ച കട. അപ്പോൾ അവിടെ കുറച്ച് അങ്കിൾമാരുണ്ടായിരുന്നു, ചേട്ടന്മാർ. ഓക്കെ, അങ്കിളല്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ അതിന് സൈഡിൽ കൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, അത് കയറി പോകുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കിടിലം. 1 second. മുകളിലോട്ട് കയറിപ്പോയാൽ നല്ല വ്യൂ ആന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഞങ്ങൾ മടി കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും കിടിലം വ്യൂ ഞങ്ങൾ മിസ്സായേനെ. ശരിക്കും ആ ഒരു കോടയൊക്കെ ഇറങ്ങി വരുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് എത്രത്തോളം ഇതിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിൽ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ലാലേട്ടൻ പറഞ്ഞ പോലെ എന്താ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്ന പറഞ്ഞ പോലെ വ്യൂ കൂടുന്തോറും ചായക്കും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഞങ്ങളങ്ങനെ ജേർണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ എ ടീ ബ്രേക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 hourനുള്ളിൽ കവർ ചെയ്യുന്ന അത്രയും ദൂരം മാത്രമേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ രാവിലെ ഇറങ്ങി പകുതിക്ക് വെച്ച് കാറിൽ ഉറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്ത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കാര്യമില്ല, ഞങ്ങൾ വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ ഒരു സമയം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. ആക്ച്വലി ആംബിയൻസ് തപ്പി കേരളം കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട് എത്തി. ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. കണ്ട കോളിൽ മിക്കവാറും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ബ്രഞ്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഇവിടെ ഉള്ള കടകളൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മെയിൻലി ആംബിയൻസ് ആണ്. നോക്കട്ടെ, വിശന്ന് മറ്റേ ഉൾവിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കട കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള അവസ്ഥ. പക്ഷെ ആംബിയൻസ് തപ്പി ഞങ്ങളോട് സാറ്റിസ്ഫൈഡ് ആകാണ്ട് ഇപ്പൊ ഒരു കടയും കാണാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഇതേ ഒരു കട കണ്ടുപിടിച്ചു. ഫുഡ് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല ഗൈസ്. പക്ഷെ സത്യം പറയാലോ, ഞങ്ങള് ഇത്രയും കിഡിലും ഫുഡായിരിക്കുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഞങ്ങൾ ട്രൈ ചെയ്തത് പൊടി ഇഡ്ഡലി, അതുപോലെ മസാല ദോശ, പൂരി മസാല, അതൊക്കെയായിരുന്നു കേട്ടോ. ഈ ഒരു ഹോട്ടലിൻ്റെയും ഈ ഒരു ഫുഡിൻ്റെയും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി നോക്കുക. ആൻഡ് നിങ്ങൾ ഇതുവഴി ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. അപ്പോൾ ഒട്ടും മറക്കണ്ട. തെങ്കാശി പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൽ വരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. ആൻഡ് കുറച്ച് ദൂരം പിന്നെ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു അടി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ വീട്ടുകാരെ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് രണ്ടും കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അടിയൊന്നും കൂടരുതെന്ന്. ബട്ട് ഞങ്ങളുടെ ഒരു സെറ്റ് കഴിഞ്ഞു.
അങ്ങനെ ഞങ്ങളുടെ വഴക്ക് പാച്ചപ്പാക്കാനായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത ഒരു ഷോപ്പിൽ കയറി. വേറെ ഒന്നിനല്ല, കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാൻ. നാരങ്ങ വെള്ളമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതെങ്കിലും പക്ഷേ പുള്ളി കൊണ്ട് തന്നത് വേറെന്തോ ഒരു സാധനമായിരുന്നു. ഈ നാരങ്ങയുടെ ചുവയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഒരു മഞ്ഞ കളറിലെ വെള്ളം. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അടിയൊക്കെ തീർത്തിട്ട് നാരങ്ങ വെള്ളം കുടിച്ച് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ കേട്ടോ, അവിടേക്കുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ വണ്ടിയിൽ KL ബോർഡ് ഉള്ളതുകൊണ്ടായിരിക്കാം അവരെ എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം, കാരണം നമ്മളൊന്നും ഇങ്ങനെ ആരോട് ചെയ്യാറില്ലല്ലോ. ഗൈസ്, ഞാൻ തിരിച്ച് എന്റെ പഴയ സീറ്റിലോട്ട് വന്നു. ഞാൻ റാഷ് ഡ്രൈവിംഗ് ആണെന്നും പറഞ്ഞിട്ട് എന്നെ അടിച്ചിറക്കിയ എന്റെ വണ്ടി ഇത് വാട്ട് ടു ഡു. ഒരു പട്ടി നൈസ് ഒന്ന് കുറുകെ ചാടിയപ്പോ ഞാനൊന്ന് സ്റ്റിയറിംഗ് വെട്ടിച്ചതിനാണ് ഞാൻ റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ സീറ്റിൽ നിന്ന് അടിച്ചിറക്കിയത് ഈ വ്യക്തി. ഇയാള് പിന്നെ പണ്ടേ പ്രോ ആയിരുന്നതുള്ളൂ. ഇയാള് പണ്ടേ പ്രോ ആയതുകൊണ്ടും നമുക്ക് എക്സ്പീരിയൻസ് കുറവെന്ന് പറഞ്ഞിട്ടാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു പട്ടി ഉറയോച്ചോടെയപ്പോ സ്റ്റിയറിംഗ് മേടിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അതാണോ റാഷ് ഡ്രൈവിംഗ്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയായി തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് ഞങ്ങൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് പെട്രോൾ ഞങ്ങൾ അടിക്കാനായിട്ട് പമ്പിൽ കയറി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യാത്ര. ലഞ്ചിന് ഞങ്ങൾ പിന്നെ വലിയ ആംബിയൻസ് ഒന്നും നോക്കിയില്ല. വിശപ്പ് എപ്പോൾ അടിച്ചു തുടങ്ങിയോ അന്നേരം കണ്ട ഒരു കടയിൽ തന്നെ കയറി. വലിയ ആംബിയൻസ് വലിയതല്ല, ഒട്ടും ആംബിയൻസ് ഇല്ലാത്തൊരു കടയായിരുന്നു. ഫുഡെങ്കിലും കൊള്ളാമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് പോയത്. ആസ് യൂഷ്വൽ തമിഴ്നാട് പോയി അവർ ഒത്തൻറ്റിക് ബിരിയാണി ട്രൈ ചെയ്യണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. കുഴപ്പമില്ല, ഒരു ഓക്കെ. പക്ഷേ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തത് ഈ ഒരു സാധനമായിരുന്നു കേട്ടോ. ചിക്കൻ കറിയിൽ നിന്ന് 2 പീസ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ എന്തൊക്കെയോ കൊത്തു പൊറോട്ട കാണിക്കുന്ന കൂട്ട് ചെയ്തിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിങ്ങനെ തന്നു. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് ഓക്കെ. പിന്നെ നമ്മൾ കൊടൈക്കനാൽ ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു മെയിൻ ഏരിയയുടെ അവിടെ എത്തിയായിരുന്നു. അവിടെ നമുക്ക് പാസ് കാണിക്കണമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ തലേദിവസം ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് നമുക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഈ ഏരിയയിലൊന്നും പ്ലാസ്റ്റിക് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാറിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ വാട്ടർ ഞങ്ങൾക്ക് അവിടെ കളയേണ്ടി വന്നു, പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിയാണെങ്കിൽ പോലും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ആൻഡ് ഫൈനലി ഹിറ്റിംഗ് ഇൻ ടു കൊടൈക്കനാൽ. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന റൂമിലോട്ട് എത്താറായി തോന്നുന്നു. ഇനിയൊരു 1 കിലോമീറ്റർ കൂടിയുള്ളൂ നിയർലി ടു ദാറ്റ് റൂം. അപ്പോൾ റൂമിൽ പോയിട്ട് കാണാം. ടൗണിൽ തന്നെ ആയിരുന്നു നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും പോകാനും ആക്സസിബിലിറ്റി ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇനി ഈ റൂം ടൂറിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. നല്ലൊരു ഡീസൻറ്റ് വാഷ്റൂം തന്നെയായിരുന്നു. നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നല്ല റൂമായിരുന്നു. പിന്നെ ഒരു ഹോട്ടലിൽ ഉണ്ടാവേണ്ട എല്ലാ സാധനങ്ങളും ലൈക്ക് ടീ, കോഫി, സാഷി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഞാൻ ഡിസപ്പോയിൻ്റ് ആയത് ഈ ഒരൊറ്റ കാര്യത്തിലായിരുന്നു. എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കർട്ടൻ തുറക്കുമ്പോൾ കുന്നും മലയും കാടും ഒക്കെ കാണുന്നതാണ്. പക്ഷെ ഞാൻ കണ്ടത് കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂളായിരുന്നു. കാരണം ഞങ്ങൾക്ക് കിട്ടിയത് ഫ്രണ്ട് വ്യൂ ആയിരുന്നു. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഓവറോൾ റൂം വാസ് ഗുഡ്. അവരുടെ സർവീസും നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ കൊടൈക്കനാൽ ലേക്കിലോട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ടൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ഇതുപോലെ ഷോപ്സുകളായിരുന്നു. അത്യാവശ്യം ടയേർഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ആ ഒരു ഏരിയയിൽ മുഴുവനൊന്ന് കുറച്ച് നേരം കറങ്ങി ചുറ്റി നടന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ബ്രയൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ കുറച്ച് എന്താ പറയുക ചെടികളും പൂക്കളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എക്സിബിഷൻസും അതല്ലെങ്കിൽ പുഷ്പമേളയൊക്കെ കണ്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയൊരു ഗുമ്മൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ദുബായിലെ മറ്റേ മിറാക്കിൾ ഗാർഡനിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കനാകുന്നിലൊക്കെ വരുന്ന ഇതുപോലത്തെ പുഷ്പമേളയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല. പിന്നെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. ഈ എടുത്ത ടിക്കറ്റിന് ഈ സാധനം വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല ആണെന്ന്. എനിവേസ് നമ്മൾ അങ്ങനെയൊക്കെ നടന്ന് കണ്ടു, കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒരു ഡേ 1 നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.